ഫോട്ടോഷൂട്ടിന് കാഞ്ഞിരപ്പുഴക്ക് പോയ ചെക്കനും പെണ്ണൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണ് ഇതാ നമ്മുടെ മൊഞ്ചത്തി നസ്രിയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഭയങ്കര ചിരി വരുന്നുണ്ട്, മടി വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ചുറ്റുവറ നിന്നിട്ട് നോക്കല്ലേ. കുറച്ച് സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തത്. അതുകൊണ്ട് കറക്റ്റ് പോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചെക്കന് പെണ്ണിന് ഈ ഒരു ബൊക്ക കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറേ ടൈമായിട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കാരണം ഈ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കണല്ലേ. അപ്പോൾ അതിങ്ങനെ കൊടുക്കാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ മിഠായി കൊടുക്കൽ ചടങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് അതിങ്ങനെ കൊടുക്കുകയാണ്. എല്ലാവരും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല, കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് പെണ്ണ് ചെക്കനൊക്കെ ആകെ ക്ഷീണിച്ചു. അപ്പോഴേക്ക് അത്യാവശ്യത്തിലധികം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചെക്കൻ കൊടുന്ന മിഠായി പൊട്ടിച്ചിട്ട് അവിടെയുള്ള എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. കാരണം നമുക്കൊക്കെ അത് കഴിക്കാൻ പറ്റിയത് എൻ്റെ കയ്യിലാണ് കേട്ടോ കൂടുതൽ മിഠായി. അപ്പോൾ ഞാൻ സച്ചും ഫാദിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ തറവാട്ടിൽ നിൽക്കുക ചെയ്ത് കേട്ടോ. അവർ പോന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. ചില ആളുകൾ ഈ ഒരു മിഠായി ഓരി വെക്കൂല കേട്ടോ. കാരണം ഒരു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിട്ടോ. കാരണം അവിടെ എല്ലാവർക്കും ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുട്ടിയെ വീഡിയോസ് എടുത്തത്. ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേക്ക് ബാബുക്കാക്ക വന്നിട്ട് എന്നെയും കൂടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. അവരുടെ ഒരു ആഗ്രഹമില്ല, നമുക്ക് എന്തായാലും നടത്തി കൊടുക്കാം. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാബുക്കാക്കനെയും അമൃതാത്താൻ്റെയും വീട്ടിലേക്കാണ് പോകാറുള്ളത്. അവരാണ് കേട്ടോ ഇത്. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു. ബട്ടൂരിയും ചിക്കൻ കുറുമയും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ബിരിയാണി കഴിച്ചു, പിന്നെ ബട്ടൂരിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ടൂരി എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബിരിയാണി നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ. അപ്പോൾ പിന്നെ എപ്പോഴും കിട്ടാത്ത സംഭവം കഴിക്കുക, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. ബിരിയാണിയോട് ക്രഷുള്ള ഇങ്ങോട്ട് ബിരിയാണി കുറച്ച് നേരം കൂടെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചിരുന്ന നേരെ തറവാട്ടിലോട്ട് തന്നെ മടങ്ങിട്ടോ. അങ്ങനെ തറവാട്ടിൽ തേനിലിട്ട വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയോ അസുഖത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വല്ലാതെ പിടിച്ചില്ല കേട്ടോ. സംഭവം തേനാണ്, പക്ഷേ ഈ ഒരു വെളുത്തുള്ളിൻ്റെ ചോയ അത്ര കണ്ട് പറ്റില്ല. ആദ്യം സച്ചുക്കും കൊടുത്തിട്ടോ, പക്ഷേ അവർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടയിലായതുകൊണ്ട് കുഞ്ഞാക്കൊക്കെ വരാൻ ടൈമില്ല. അപ്പോൾ ഓട്ടോ വിട്ടിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിക്കോന്ന് പറഞ്ഞ് വിളിച്ചു. സച്ചുക്കും ആദ്യം തീരെ പോരാൻ ഇഷ്ടമുണ്ടായിരുന്നു. കുഞ്ഞാക്കൊക്കെ ഞാൻ ഇതുപോലുള്ള പാർട്ടി വെയർ, അതുപോലെ നല്ല ലെങ്ത് ഉള്ള കമ്മൽ ഇതൊക്കെ ഇടുന്നതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിനൊക്കെ നേരെ വിപരീതമായിട്ടാണ് ഇഷ്ടമുള്ളത്. ചില ടൈമിൽ എൻ്റെ ഇഷ്ടം നോക്കും, ചില ടൈമിൽ കുഞ്ഞാക്കാൻ്റെ ഇഷ്ടം നോക്കും. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.